വർഷം അവസാനിക്കാൻ ഇനി ഏതാനും നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ വർഷം ബി.ജെ.പിയെയും കോൺഗ്രസിനെയും ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച നിർണായക വർഷമായിരുന്നു. കാരണം ബി.ജെ.പിക്ക് മൂന്നാം ഭരണം കിട്ടിയതും കോൺഗ്രസിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മങ്ങിയ പ്രതിച്ഛായ തിരിച്ചു കിട്ടിയതിനൊപ്പം പ്രതിപക്ഷത്തെ പ്രധാന കക്ഷിയാകാൻ കഴിഞ്ഞതും ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നീണ്ട 10 വർഷത്തിന് ശേഷം ഒരു പ്രതിപക്ഷ നേതാവിനെ കിട്ടിയതും ഈ വർഷം തന്നെയായിരുന്നു. ഇതിനിടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു പ്രധാന വിഷയം ഈ രണ്ട് പാർട്ടിക്കും അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കുൾപ്പെടെ ഈ വർഷം എത്ര കിട്ടി, കൈയിട്ട് വാരിയും കൊങ്ങയ്ക്ക് പിടിച്ചും കീശയിൽ എത്ര ഒപ്പിച്ചു എന്നതാണ്. 2023-24 സാമ്പത്തിക വർഷത്തിൽ വ്യക്തികളിൽ നിന്നും ട്രസ്റ്റുകളിൽ നിന്നുമായി കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുമായിട്ട് ബി.ജെ.പിക്ക് സംഭാവനയായി ലഭിച്ചത് 2244 കോടി രൂപയെന്ന് റിപ്പോർട്ട് വരികയാണ്. 20,000 രൂപയും അതിന് മുകളിലുമായിട്ടാണ് സംഭാവന ലഭിച്ചത്. 2022-23 സംഭാവനയുടെ 3 ഇരട്ടിയിലധികമാണ് ഈ ഇനത്തിൽ കഴിഞ്ഞ വർഷം ബി.ജെ.പിക്ക് ലഭിച്ചത് എന്നതാണ് സാരം. ഇക്കണക്കിനാണെങ്കിൽ ബി.ജെ.പി ഓഫീസിൽ ഇ.ഡി കയറി ഇറങ്ങാനുള്ള സാധ്യതയും തെളിഞ്ഞു വരുന്നുണ്ട്. നേരെ ചവി ഉണ്ടാക്കിയ കാശെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് കുഴലും കിണറും വഴി ഉണ്ടാക്കിയതൊക്കെ ഇ.ഡിക്ക് തൂക്കാം. പക്ഷേ ഇ.ഡി ആദ്യം തന്നെ പോക്കറ്റിലാക്കി വെച്ചത് കൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് ഇനി എന്തായാലും പോകേണ്ടതില്ല. ബി.ജെ.പി ഓഫീസ് സേഫ് ആണ്. അതേസമയം കോൺഗ്രസിന് 2023-24 288.9 കോടി രൂപയാണ് ലഭിച്ചത്. മുൻ വർഷം 79.9 കോടി രൂപയായിരുന്നു. അതിൽ നിന്നുമാണ് ഇത്രയും വലിയൊരു മാറ്റം ഈ വർഷം ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലാണ് ഇക്കാര്യങ്ങൾ ഉള്ളത്. പ്രൂഡന്റ് ഇലക്ട്രൽ ട്രസ്റ്റിൽ നിന്നും 723.6 കോടി രൂപയുടെ സംഭാവനകൾ ബി.ജെ.പിക്ക് ലഭിച്ചു. കോൺഗ്രസിന് 156.4 കോടി രൂപ സംഭാവന നൽകി. 2023-24 ബി.ജെ.പിയുടെ 1/3 സംഭാവനകളും കോൺഗ്രസിന്റെ പകുതിയിലധികം സംഭാവനകളും പ്രൂഡന്റ് ഇലക്ട്രൽ ട്രസ്റ്റിൽ നിന്നുമാണ്. 2022-23 പ്രൂഡന്റിൽ നിന്നുമുള്ള ഏറ്റവും മികച്ച സംഭാവന നൽകിയവരിൽ മേഘ എൻജിൻ ആൻഡ് ഇൻഫ്ര ലിമിറ്റഡ്, സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്, ആർസെലർ മിത്തൽ ഗ്രൂപ്പ്, ഭാരതി എയർടെൽ എന്നിവരാണ് മുന്നിലുള്ളത്. അതേസമയം ബി.ജെ.പിക്കും കോൺഗ്രസിനും ലഭിച്ച മൊത്തം സംഭാവനകളിൽ നിന്നും ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയുള്ള രസീതുകൾ ഉൾപ്പെടുന്നില്ല. കാരണം ഈ വിവരങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വാർഷിക ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ മാത്രമേ പ്രഖ്യാപിക്കുകയുള്ളൂ. 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് സ്കീം റദ്ദാക്കിയിരുന്നു. ചില പ്രാദേശിക പാർട്ടികൾ അവരുടെ 2023-24 സംഭാവന റിപ്പോർട്ടുകളിൽ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ലഭിച്ച സംഭാവന ചില പാർട്ടികൾ സ്വമേധയാ പ്രഖ്യാപിച്ചു. 495.5 കോടി രൂപ ബോണ്ടുകളെ ലഭിച്ചു എന്ന് ബി.ആർ.എസ് അറിയിച്ചു. ഡി.എം.കെക്ക് 60 കോടിയും വൈ.എസ്.ആർ കോൺഗ്രസിന് 121.5 കോടിയും ലഭിച്ചു. ജെ.എം.എമ്മിന് 11.5 കോടിയും ലഭിച്ചു. മുൻ വർഷത്തെ അപേക്ഷിച്ച് 2023-24 ബി.ജെ.പിക്ക് സംഭാവനകളിൽ 212% വർധനവ് രേഖപ്പെടുത്തി. 18-19 പൊതു തെരഞ്ഞെടുപ്പിന് മുൻപുള്ള വർഷം ബി.ജെ.പി 742 കോടി രൂപയും കോൺഗ്രസിന് 146.8 കോടി രൂപയും സംഭാവന ലഭിച്ചിരുന്നു. ബി.ജെ.പിക്ക് ഇലക്ട്രൽ ട്രസ്റ്റ് വഴി 850 കോടി ലഭിച്ചു. അതിൽ 723 കോടി രൂപ പ്രൂഡന്റിലും 127 കോടി രൂപ ട്രയംഫ് ഇലക്ട്രൽ ട്രസ്റ്റിലും 17.2 ലക്ഷം രൂപ ഐൻ സിഗാർട്ടിംഗ് ഇലക്ട്രൽ ട്രസ്റ്റിലും നിന്നുമാണ് ലഭിച്ചത്. ട്രസ്റ്റ് വഴി കോൺഗ്രസിന് 156 കോടി രൂപ ലഭിച്ചു. 2023-24 ബി.ആർ.എസിനും വൈ.എസ്.ആർ കോൺഗ്രസിനും യഥാക്രമം 85 കോടി രൂപയും 62.5 കോടി രൂപയും പ്രൂഡന്റ് സംഭാവന നൽകി. ആന്ധ്രാപ്രദേശിൽ ഭരണകക്ഷിയായ ടി.ഡി.പി 33 കോടി രൂപയാണ് പ്രൂഡന്റിൽ നിന്നും സ്വീകരിച്ചത്. ട്രയംഫ് ഇലക്ട്രൽ ട്രസ്റ്റിൽ നിന്നും ജയഭാരത് ട്രസ്റ്റിൽ നിന്നും ഡി.എം.കെക്ക് 8 കോടി രൂപ ലഭിച്ചു. സാന്റിയാഗോ മാർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയായ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസിൽ നിന്നും 2023-24 ബി.ജെ.പിക്ക് 3 കോടി രൂപയുടെ സംഭാവന ലഭിച്ചു. ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഇലക്ട്രൽ ബോണ്ട് വഴി ഏറ്റവും വലിയ സംഭാവന നൽകിയത് തൃണമൂൽ കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ ഗുണഭോക്താവ്. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും ആദായ നികുതി വകുപ്പിന്റെയും നിരീക്ഷണത്തിലാണ് മാർട്ടിൻ. എ.പി.ക്ക് 2023-24 11.1 കോടി രൂപയുടെ സംഭാവന ലഭിച്ചു. മുൻ വർഷത്തേക്കാൾ 37.1 കോടി രൂപ എ.പി.ക്ക് കുറഞ്ഞു. 2023-24 CPM ലഭിച്ച സംഭാവന 7.6 കോടിയായി ഉയർന്നു. 1.5 കോടി രൂപ CPM വർദ്ധിച്ചു.